എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അതെ, ഇന്നിപ്പോ എന്താണ് ചെയ്യുന്നത്? സ്റ്റിച്ചിങ് ആണ്. ഒരാഴ്ച കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞിമാളുണ്ട് 90 90 പേരുവിളിയാണ്. 90 നടത്താൻ പറ്റിയില്ല. കാരണം നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ അമ്മന്റെ വീട്ടില് ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വന്നത്. അപ്പൊ അതിലേക്കുള്ളതാണ്. അപ്പൊ ശ്വേതയ്ക്ക് എന്നെങ്ങാണ്ടോ മേടിച്ചതല്ല, പാവാട തുണിയാണിത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് അവളുടെ അരവണ്ണം കൂടുതലാണ്, ഇറക്കം കുറച്ച് കൂടുതലാണ്. അപ്പൊ അത് അഴിച്ച് അവളെ കൊണ്ട് തേപ്പിച്ച് വെച്ചതാണ് ഞാനിത്. അപ്പൊ ഇന്ന് സ്റ്റിച്ചിങ് തുടങ്ങണം. ഞങ്ങൾക്ക് 4 പേർക്ക് തയ്ക്കണം. അതായത് ശ്വേതയ്ക്ക്, എനിക്ക്, കുഞ്ഞിമാളിന്, ചിമ്മയ്ക്ക്. ശ്വേത ധാവണിയാണ് എടുത്തത്. ചിലപ്പോൾ പട്ടുപാട പോലെ ഇടുള്ളായിരിക്കും, അതൊന്നും അറിയില്ല. ഞാൻ ധാവണിയായിട്ട് കൊടുക്കണേ. കുഞ്ഞിമാളിന് ചിമ്മയ്ക്ക് ഉടുപ്പ്. സ്കേർട്ടും ടോപ്പൊന്നും ഇട്ടിട്ട് കാര്യമില്ല. അവർ ഇരിക്കുമ്പോഴൊന്നും ഒരു ഭംഗി അറിയില്ല അതിന്. അതായത് ഞാൻ ഉടുപ്പ് തന്നെ തയ്ക്കാൻ പോണേ. സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഒന്നും ഇടും കേട്ടോ, കാരണം എനിക്കിത് എഡിറ്റ് ചെയ്യാൻ സത്യം നമ്മൾ സമയം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പാവാട തയ്ച്ചാൽ ശ്രമിക്കണം. ഓക്കെ, നമ്മുടെ അങ്ങനെ ശ്വേതയുടെ പാവാട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ അഴിച്ച് അവളഴിച്ച് തന്നെ മുഴുവൻ അഴിച്ച് രണ്ടാമത് തയ്ച്ചു. ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ലൈനിങ് ഒന്നും വെച്ചില്ല കേട്ടോ. അണ്ടർ സ്കേർട്ട് എന്തെങ്കിലും ഇട്ടാൽ നന്നായിട്ട് അടിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ശ്വേതയുടെ സ്കേർട്ട്. കുഞ്ഞുമാളിൻ്റെ ഇരിക്കുന്നു കേട്ടോ. ഇത് കുഞ്ഞുമാളിൻ്റെ ഇതാണ് കണ്ടോ. ഇത് വെച്ചിട്ട് കുഞ്ഞുമാളും തയ്ക്കണം. ഇത് എനിക്കൊരു ടോപ്പ് തയ്ക്കാം. വെട്ടി വെച്ച് പകുതി ഇരിക്കുന്നതായിട്ട് ഈ സാധനം. അപ്പം ഇത് എന്താ അവിടെ ഇനി ഇത് ഇട്ട് നോക്കലും കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. ഈ ബ്ലൗസ് കട്ട് ചെയ്ത് വെക്കണം. നാളെ വർക്കുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റിച്ചിങ് നടക്കില്ല, ഇന്നിപ്പോൾ കട്ടിങ് ആണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് നാളെ ഇടാനുള്ള ചുരിദാറിൻ്റെ ഒരു ടോപ്പ് തയ്ക്കും. എന്താ പറ്റാണ്ട് തയ്ക്കും ഞാൻ അറിയില്ല. അപ്പം എന്തായാലും യെസ്, ബാക്കി വിശേഷം, ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി ബാക്കി കാണാം. ഓക്കെ, ഇത് കണ്ടോ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, സമാധാനം ഇല്ല. അപ്പൊ ആള് പാവാടയും ബ്ലൗസ് വെച്ചോക്കും. ഇങ്ങനെയല്ല ഞാൻ തയ്ച്ചോണ്ടിരിക്കാൻ ഇങ്ങനെ ഇടയിലിടയിൽ വിളിച്ച് എങ്ങനെ ഇടിക്കൂട്ടാ. അടിഭാഗം കുറച്ച് മടക്ക്. അതായത് ആ താഴത്തെ പട്ടേനെ വീതിയെങ്കിലും വേണ്ടേ? നല്ല രസമുള്ള പട്ട വെക്കാം ഇച്ചിരി. ഷോൾ അവള് ചിലപ്പോഴേ ഇടുള്ളൂ എന്ന് പറഞ്ഞു, ചിലപ്പോ ഇങ്ങനെ പട്ടുപാവാടായിട്ട് ഇടുള്ളൂ. പിന്നെ അതിന്റെ സ്ലീവ് ഫുള്ള് കസവ് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആ രസമുണ്ട്. ആ ഈ കളറില് തുമ്മിക്കോ തെറിപ്പിച്ച വെട്ടെ. ബ്ലൗസ് എന്നാ നെക്ക് തീരുമാനിച്ചാ? നെക്കൊന്നും പറഞ്ഞു വേഗായിക്കോട്ടെ. കട്ട് ചെയ്തതിന് മുന്നേ വേണണ്ട എനിക്ക്. അപ്പൊ ശ്വേതയുടെ ബ്ലൗസ് കട്ട് ചെയ്ത് വെക്കട്ടെ. അതിനാണ് എനിക്ക് ചുരിദാറിന് ടോപ്പ് തയ്ക്കാൻ. നാളെ വരാട്ടെ, ഞങ്ങള് സുന്ദരിമണികളായിട്ട് വരാട്ടാ. എന്റെ മോള് സുന്ദരിയായിട്ട് ഇരുന്നോളാട്ടാ. സേതുമോൾ വീട്ടിൽ പോവാണ്. അവൾ ലേറ്റായി വന്നു. കലിപ്പന്റെ കാന്താരി മേക്കപ്പിന് കിറ്റ കൊണ്ടുപോകണ്ട. ചേര ഡ്രസ് തയ്ച്ചു കഴിഞ്ഞു, കുഞ്ഞുമാളുന്റെ കഴിഞ്ഞു. ഡ്രസ്സിന് നിർത്തിട്ടെ കലങ്ങി ചുണിയില്ലേ അങ്ങനെ. കിറ്റ് കഴിഞ്ഞ കിറ്റ് ഡോറിനും കൂടി ഉണ്ട്. അങ്ങനെ അമലിൻ്റെ വീട്ടിൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഉണ്ണികളുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം Cloud9 ഏൽപ്പിക്കുകയായിരുന്നു. ഇത് നമ്മുടെ ശ്വേതയുടെ കല്യാണത്തിന് വെഡ്ഡിങ്ങും റിസപ്ഷനും ചെയ്ത ടീമാണ് കേട്ടോ. അപ്പം അവരെ തന്നെ ഏൽപ്പിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട്. അതും തലേദിവസമാണ് വിളിച്ച് പറയണത്. അതുവരെ ഞങ്ങൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാം എന്നൊരു മനസ്സായിരുന്നു. പക്ഷേ ഉണ്ണികളെ വെച്ചിട്ട് നമുക്ക് ഒട്ടും പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വേഗം ജിൻസൻ, അവൻ ഫ്രണ്ടാണ്, അവനെ വിളിച്ചിട്ട് വേഗം പറഞ്ഞു. അപ്പം വേഗം അറേഞ്ച് ചെയ്ത് തന്നതാണ് കേട്ടോ ഇത്. കുഞ്ഞി ഇതെന്തിച്ച് പരിപാടി ഇവിടെ? കുഞ്ഞി എന്തിച്ച് പരിപാടി? അല്ലെങ്കിണ്ടാണ് അല്ലെങ്കിണ്ടാ നോച്ചിയേ അങ്ങനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കാണിച്ചു കൊടുത്തു. ഹായ് കുഞ്ഞി കുഞ്ഞി. വെരി വെരി ഗുഡ് മോർണിംഗ്.
ഇന്നലെ ഷേദിയും കുഞ്ഞുമകളും ഒക്കെ പോയി. ഇത് രാവിലെ നേരിട്ട് ഇച്ചുമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇച്ചുമ്മേൻ്റെ കുളി കഴിഞ്ഞ് ഉറങ്ങിയിട്ടില്ല അവള്. എൻ്റെ സ്റ്റിച്ചിങ് ഇന്ന് രാവിലെ കഴിഞ്ഞു. എൻ്റെ ഇന്നലെ തയ്ച്ചു കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ബോധം അയക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അറ്റോ ഇച്ചുമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷേദവാടിക്ക് പോകണം. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് റെഡി ആയിട്ട് പോകും. ഡ്രസ്സൊക്കെ അവിടെ ചെന്നിട്ട് ഇടണല്ലോ. പിന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോളൊന്ന് പോകണം ഹോസ്പിറ്റലിൽ. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി ഞാൻ കുളിച്ച് റെഡി ആവട്ടെ. ഗാച്ചിയാണ് നമ്മുടെ വീഡിയോഗ്രാഫർ. ഷേദില്ല. കൊച്ച് ശരിയായിട്ട് വരാന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രസ്സ് കഴിഞ്ഞിട്ട് കാണാത്ത അല്ലേ? പോട്ടെ. ഞങ്ങളുടെ കൂടെ നടന്ന് നമ്മുടെ ഗാച്ചിമുളങ്ങനെ മേക്കപ്പ് അടിച്ചിരിക്കുകയാണ്. ജസ്റ്റ് മേക്കപ്പ് ചെയ്യാം. നാസിയ, നമ്മുടെ നാസിയ വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കച്ചറ നോക്കണ്ട കേട്ടോ. എന്നിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞൊന്നും ഒതുക്കിയിട്ടില്ല. ഞാൻ റെഡി ആകൂ. യെസ്, റെഡി ആവട്ടെ കേട്ടാ. ഞങ്ങളങ്ങനെ ഇറങ്ങി. പകുതി മേക്കപ്പ് ആണ് കേട്ടോ. ഇവരൊക്കെ റെഡി കേട്ടാ. കച്ചി, നാസിയ, എന്റെ മോളോടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കാം. ഞങ്ങളെന്തായാലും പോട്ടെ. കുറച്ച് ലേറ്റായി. ഉണ്ണികൾ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലും ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി. സ്റ്റിച്ചിങ് ആണെങ്കിലൊക്കെ. ഞങ്ങളെന്തായാലും പോട്ടെ. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. എനിക്കല്ലേ പോവാം. മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ എല്ലാവരും ഡ്രസ് മാറ്റാട്ടോ. പൊടി വേണോ? പൊടി വേണോ? പൗഡർ ഡ്രസ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ. ഫുള്ളായിട്ട് ഇവൾക്ക് മുട്ടി ഒന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കണം. സമയത്തും റെഡി. ഞാനതുപോലെ ഫുൾ ഡ്രസ് കാണിച്ചു തരാം.
അങ്ങനെ എല്ലാവരും നമ്മുടെ കുഞ്ഞിമാളിന് കുട്ടി കുട്ടി ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. നെക്സ്റ്റ് നെയിം റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ഞുമാളൂന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ച് ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. അവളുടെ സിംഗിൾസ് എടുക്കുകയായിരുന്നു. എൻ്റെ ഫുള്ള് വോയിസ് പോയിരിക്കുകയാണ് കേട്ടോ. കാരണം കോൾഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര എനർജി ഉണ്ടാവില്ല ഇതിൻ്റെ വോയിസ് ഓവറിനൊന്നും. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ജയലക്ഷ്മി നമ്മൾ അന്ന് എടുത്ത നമ്മുടെ ധാവണി. അവിടെ ധാവണിയായിട്ടല്ല എടുത്ത സ്കേർട്ടും ടോപ്പായിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതാണ് അവളുടെ മേക്കപ്പ്. ഹെയർ സ്റ്റൈൽ അവൾക്ക് വൺ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. കുഞ്ഞുമാളിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. കുഞ്ഞുമാൾ വലിയ അലമ്പൊന്നും ഉണ്ടായില്ല രണ്ടുപേരും. അത് കാരണം ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല, രക്ഷപ്പെട്ടു ഞങ്ങൾ. ഇപ്പോൾ കരഞ്ഞ ആകെ ബഹളം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അവർ. ഒന്നും വന്നിട്ടില്ലല്ലേ നിങ്ങക്ക്? ഓ ചീപ്പാ, ടേസ്റ്റ് ഉണ്ടോ? അതെ ഉണ്ണീനെ അവിടേക്ക് ഞങ്ങള് ഭക്ഷണത്തിന്റെ പരിപാടി ടോവിനോ എന്റെ പ്രത്യേക പച്ചക്കറി എനിക്ക് കാണാൻ ഇത് മാത്രം നീ കഴിച്ചോ അങ്ങോട്ട് പടക്കി പിന്നെ വേണ്ടല്ലേ വേണ്ടല്ലേ വേണ്ട ഒന്നില്ല രാവിലെ കടച്ചു വേളം വിട്ടാ നിന്നെ കണ്ടു ഫാൻസ് കൂട്ടോ. ഞങ്ങളുടെ ടോവിനോയാണ്, ഞങ്ങളുടെ നാട്ടിലെ ടോവിനോ. ഉണ്ണി കൈ നിറച്ച് ഉണ്ണികളാ പറഞ്ഞില്ലേ ചെക്കൻ? ഇവിടെ ഇവിടെ ഇട്ടിട്ടില്ലാന്ന് തോന്നൂല്ലേ? കിട്ടിയാ ഫോട്ടോസ് എടുത്താ? കളിച്ചിണ്ടല്ലോ മാമാ. കളിക്കണ്ടല്ലോ. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞു, ലഞ്ചൊക്കെ കഴിച്ചു. എല്ലാവരും പോവാണ് കേട്ടോ.
ഇപ്രാവശ്യത്തെ എഡിറ്റിങ്ങൊക്കെ കുറച്ച് ശോകമായിരിക്കും, കാരണം ഒട്ടും വയ്യ, എല്ലാവർക്കും കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ശോകമായിട്ടിരിക്കുകയാണ്, എൻ്റെ വോയിസൊക്കെ പോയിരിക്കുകയാണ്. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആവാനോ പോകണം, ഇനി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പോണെന്നൊക്കെ ചെരുപ്പ് മാറി അല്ലേ എല്ലാവർക്കും ഡൗട്ട്. ഞാൻ പോവാ അമ്മമ്മ പൊന്നിനൊക്കെ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുമാളുണ്ട് നെയിമിങ് സെറമണി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം. അതിലെല്ലാവർക്കും ടാറ്റാ.